വെൽക്കം ബാക്ക് ടു PSC പീഡിക. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, LGS, ബെവ്കോ LD, VFA തുടങ്ങിയ PSC പരീക്ഷകൾക്കുള്ള കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഓഗസ്റ്റ് മാസത്തെ 4ാമത്തെ ക്ലാസ്സാണിത്. ഇമ്പോർട്ടൻ്റ് ആയ PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകൾ നോക്കാം. ആദ്യത്തേത് ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതെന്ന് നമുക്കറിയാം. 2025 നടന്നത് 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷവും 78ാമത് വാർഷികവുമാണ്. ചെങ്കോട്ടയിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രി പതാക ഉയർത്തിയത്. പ്രധാനമന്ത്രി 103 മിനിറ്റ് നീണ്ട സ്വാതന്ത്ര്യ പ്രസംഗമാണ് നടത്തിയത്. ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തുടർച്ചയായി 12ാം തവണയാണ് അദ്ദേഹം പതാക ഉയർത്തുന്നത്. 2025 സ്വാതന്ത്ര്യദിന പ്രമേയം നയാ ഭാരത് അല്ലെങ്കിൽ പുതിയ ഇന്ത്യ എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ നോക്കാം. GST പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതി അനൗൺസ് ചെയ്തു. അതായത് സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി ചെയ്യാൻ എത്തുന്ന യുവാക്കൾക്ക് 15,000 രൂപ ഇൻസെൻറ്റീവ് നൽകുന്ന പദ്ധതിയാണിത്. പിന്നെ മിഷൻ സുദർശൻ ചക്ര, ദേശീയ സുരക്ഷാ കവച് എന്നും ഇത് അറിയപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണിത്. അടുത്തത് മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് പുറത്തിറക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയത് 2025 നടന്നത് 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്, 78ാമത് വാർഷികവുമാണ്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പതാക ഉയർത്തിയത്. അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി 12ാം തവണയാണ് അദ്ദേഹം പതാക ഉയർത്തുന്നത്. 103 മിനിറ്റ് നീണ്ട പ്രസംഗമായിരുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയതും നരേന്ദ്രമോദിയാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളമാണ്. 2025 ഓഗസ്റ്റ് 21 കേരളത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് നമ്മുടെ കേരളം ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളമാണ്. 2025 ഓഗസ്റ്റ് 21 ഇത് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, മലയാള താരസംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോനാണ്. ഇതിൻ്റെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനാണ്. മലയാള താരസംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമാണ്. അടുത്തത് 2025 മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പാലസ്തീൻകാരി നദീൻ അയൂബാണ്. 2025 മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പാലസ്തീൻകാരി നദീൻ അയൂബാണ്. നെക്സ്റ്റ്, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റാണ്. ഇതിൽ നമുക്കറിയാം ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു. ഇന്ത്യ ഏഷ്യ കപ്പ് നേടുന്നത് 9ാം തവണയാണ്. അപ്പോൾ ഈ ജേതാക്കളായത് 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ജേതാക്കളായത് ഇന്ത്യയാണ്. റണ്ണറപ്പായത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ സൽമാൻ ആഗെ ആയിരുന്നു. വേദി UAE ആയിരുന്നു. അപ്പോൾ ജേതാക്കളായത് ഇന്ത്യ, റണ്ണറപ്പായത് പാകിസ്ഥാൻ. UAEയിൽ വെച്ചായിരുന്നു ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2025 നടന്നത്. ഇതിൽ മാൻ ഓഫ് ദ മാച്ച് തിലക് വർമ്മയായിരുന്നു. ടൂർണമെൻറ്റിലെ താരം അഭിഷേക് ശർമ്മ. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തതും അഭിഷേക് ശർമ്മ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് കുൽദീപ് യാദവ് ആണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് പുരസ്കാര ട്രോഫി നൽകാൻ എത്തിയത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വി ആയിരുന്നു. പാകിസ്ഥാൻ മന്ത്രി ആയതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല. അപ്പോൾ 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യ, റണ്ണറപ്പായത് പാകിസ്ഥാന്, വേദി UAE ആയിരുന്നു. ഇന്ത്യ 9ാം തവണയാണ് ഏഷ്യ കപ്പ് നേടുന്നത്. അടുത്തത് സംസ്ഥാന കർഷക അവാർഡുകളാണ്. 2024 അവാർഡാണ് 2025 പ്രഖ്യാപിച്ചത്. സംസ്ഥാന കർഷക അവാർഡ് 2025. ഇതിൽ അച്യുതമേനോൻ അവാർഡ്, അതായത് കാർഷിക മേഖലയിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അച്യുതമേനോൻ അവാർഡ്. അത് ലഭിച്ചത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ്. പ്രൈസ് 10 ലക്ഷം രൂപയാണ്. അച്യുതമേനോൻ അവാർഡ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ. അടുത്തത് MS സ്വാമിനാഥൻ അവാർഡ് മിനിമോൾ JS ആണ്. കാർഷിക ഗവേഷണത്തിനുള്ള അവാർഡാണ് MS സ്വാമിനാഥൻ അവാർഡ്. അത് ലഭിച്ചത് മിനിമോൾ JSനാണ്. അടുത്തത് VV രാഘവൻ സ്മാരക പുരസ്കാരം, അതായത് സംസ്ഥാനത്തെ മികച്ച കൃഷിഭവനുകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് VV രാഘവൻ സ്മാരക പുരസ്കാരം. ഇത് താനാളൂർ കൃഷിഭവൻ മലപ്പുറം ജില്ലയിലാണ് ലഭിച്ചിരിക്കുന്നത്. VV രാഘവൻ പുരസ്കാരം ലഭിച്ചത് VV രാഘവൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് താനാളൂർ കൃഷിഭവനാണ്, മലപ്പുറം ജില്ല.
അടുത്തത് CB കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് CB സ്കറിയാപ്പിള്ളയ്ക്കാണ് ലഭിച്ചത്. അപ്പോൾ 2025 കർഷകോത്തമ അവാർഡ് ലഭിച്ചത് CJ സ്കറിയാപ്പിള്ളയ്ക്കാണ്. ഇനി കേരകേസരി അവാർഡ് ലഭിച്ചത് N മഹേഷ് കുമാറിനാണ്. കർഷക തിലകം വാണി വിക്കാണ് ലഭിച്ചത്. ട്രാൻസ്ജെൻഡർ അവാർഡ് വിനോദിനിക്കാണ് ലഭിച്ചത്. അപ്പോൾ 2025 കർഷകോത്തമ അവാർഡ് CJ സ്കറിയാപ്പിള്ളയ്ക്ക്, കേരകേസരി അവാർഡ് N മഹേഷ് കുമാറിന്, കർഷക തിലകം വാണി വിക്കാണ് ലഭിച്ചത്. ട്രാൻസ്ജെൻഡർ അവാർഡ് വിനോദിനിക്കുമാണ്. അടുത്തത് 2025 മൂന്നാമത് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നേടിയത് പ്രസീത ചാലക്കുടിയാണ്. മൂന്നാമത് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം 2025 നേടിയത് പ്രസീത ചാലക്കുടി. ഇതിൻ്റെ സമ്മാനത്തുക 25,000 രൂപയാണ്. അയ്യങ്കാളിയുടെ ജന്മദിനം ഓഗസ്റ്റ് 28 കൂടി ഓർത്തു വെക്കുക. അടുത്തത് 2025 ഓഗസ്റ്റിൽ സ്ത്രീശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 2025 സ്ത്രീശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം 2025 ഓഗസ്റ്റിൽ സ്ത്രീശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. വനിതകൾക്കും വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമൊക്കെ സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയാണിത്. ഇത് 2025 ഓഗസ്റ്റിൽ ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൽ സ്ഥിരം താമസമാക്കിയവർക്ക് മാത്രമേ ഈ ഒരു ഗുണം കിട്ടുകയുള്ളൂ എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ 2025 ഓഗസ്റ്റിൽ സ്ത്രീശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ്, ഭൂമിയിലെ പ്രകാശത്തിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന ഉപഗ്രഹമാണ് മോഡൽ ലൂമിനോസാറ്റ്. ഭൂമിയിലെ പ്രകാശത്തിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന ഉപഗ്രഹമാണ് മോഡൽ ലൂമിനോസാറ്റ്. ഇവർക്ക് മാർഗനിർദ്ദേശം നൽകിയത് VSSC ചെയർമാൻ രാജരാജനാണെന്ന് കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, 2025 കരയാൽ ചുറ്റപ്പെട്ട വികസ്വര രാഷ്ട്രങ്ങളുടെ മൂന്നാമത് ഐക്യരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് തുർക്കുമിനിസ്ഥാനിലെ ആവാസയിലാണ്. 2025 കരയാൽ ചുറ്റപ്പെട്ട വികസ്വര രാഷ്ട്രങ്ങളുടെ മൂന്നാമത് ഐക്യരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് തുർക്കുമിനിസ്ഥാനിലെ ആവാസയിലാണ്. അടുത്തത് 2025 ആഗസ്റ്റിൽ അന്തരിച്ച നാഗാലാൻഡ് ഗവർണറാണ് ലാ ഗണേശൻ. 2025 ആഗസ്റ്റിൽ അന്തരിച്ച നാഗാലാൻഡ് ഗവർണർ ലാ ഗണേശനാണ്. മുൻപ് അദ്ദേഹം രാജ്യസഭാ അംഗവും മണിപ്പൂരിൻ്റെ ഗവർണറുമായിരുന്നു. അടുത്തത് സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായ ആദ്യ വനിത B ജ്യോതിയാണ്. സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായ ആദ്യ വനിത B ജ്യോതി. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഫയർ സ്റ്റേഷനിലാണ് ജ്യോതി അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളത്. സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായ ആദ്യ വനിതയാണ് B ജ്യോതി. നെക്സ്റ്റ്, 2025 ആഗസ്റ്റിൽ IOCയുടെ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ അഭിനവ് ബിന്ദ്രയാണ്. 2025 ഓഗസ്റ്റിൽ IOCയുടെ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ അഭിനവ് ബിന്ദ്രയാണ്. ഇതിലേക്ക് 9 താരങ്ങളാണ് അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഇന്ത്യൻ അഭിനവ് ബിന്ദ്രയാണ്. ഷൂട്ടിംഗ് താരമാണെന്ന് നമുക്കറിയാം. അപ്പോൾ 2025 ആഗസ്റ്റിൽ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ അഭിനവ് ബിന്ദ്രയാണ്. നെക്സ്റ്റ്, ഗ്രാമസഭകളുടെയും പഞ്ചായത്ത് യോഗങ്ങളുടെയും മിനിറ്റ്സ് തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധി സംവിധാനമാണ് സഫാസാർ. ഗ്രാമസഭകളുടെയും പഞ്ചായത്ത് യോഗങ്ങളുടെയും മിനിറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധി സംവിധാനമാണ് സഫാസാർ. ഒരു AI സംവിധാനമാണിത്. ഇത് പുറത്തിറക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രാമസഭകളുടെയും പഞ്ചായത്ത് യോഗങ്ങളുടെയും മിനിറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടിയാണെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ്, ബസലിക്ക പദവിയിലേക്ക് അടുത്തിടെ ഉയർത്തപ്പെട്ട ഔർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കുവൈറ്റിലാണ്. ഗൾഫിൽ നിന്നും ഈ ഒരു പദവി ലഭിക്കുന്ന ആദ്യത്തെ കത്തോലിക്ക ദേവാലയമാണിത്. അപ്പോൾ അടുത്തിടെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഔർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കുവൈറ്റിലാണ്. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂരാണ്. ജലവിതരണം എങ്ങനെയാണ്, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, ഇനി ഭാവിയിൽ നമുക്ക് എങ്ങനെ അത് കറക്റ്റായി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ജല ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. അടുത്തത്, തെരുവു കന്നുകാലികളുടെ സംരക്ഷണത്തിനായി ഗൗതം യോജന ആരംഭിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. തെരുവിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളുടെ സംരക്ഷണത്തിനായാണ് തെരുവു കന്നുകാലികളുടെ സംരക്ഷണത്തിനായി ഗൗതം യോജന ആരംഭിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്.
നെക്സ്റ്റ്, ഒമാൻ്റെ മത്സ്യബന്ധന മേഖല വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ചു നൽകുന്നത് കേരളമാണ്. ഒമാൻ്റെ മത്സ്യബന്ധന മേഖല വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ആദ്യഘട്ടത്തിൽ 100 ബോട്ടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ആഗസ്റ്റ് മാസത്തിലെ ബാക്കി പോയിന്റുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്